ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വന്നിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദവുമായിട്ടുള്ള ഒരു ബിഗ് അപ്ഡേഷനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇത്. അതായത് നമ്മുടെ തമ്പുനയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. ഇനി നമുക്ക് തമ്പുനയില് ക്രിയേറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. യൂട്യൂബ് തന്നെ നമുക്കൊരു തമ്പനയില് നമ്മുടെ കണ്ടന്റിന് അനുസൃതമായിട്ട് നമുക്ക് തമ്പനയില് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് വളരെ ആശ്വാസമായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് അറിയില്ല. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ തമ്പനയില് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള അസൗകര്യങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ ഹോം പേജിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്ന സമയത്ത് അവരത് ക്ലിക്ക് ചെയ്ത് കാണാൻ ഇടയാവുകയുള്ളൂ. അതുവഴി നമ്മുടെ വീഡിയോസിന്റെ വ്യൂസും വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതായത് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കണ്ടന്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലും നമ്മുടെ കീവേഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിനി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ട് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. യൂട്യൂബ് നമുക്ക് അങ്ങനെ ഒരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് തരണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആക്കി വേണം നമ്മൾ യൂട്യൂബിൽ നിന്നും അപ്ലോഡ് ചെയ്യാൻ. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മുടെ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ യൂട്യൂബിൽ നിന്നും എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ക്രോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയിൽ സൈൻ ഇൻ കരെ എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ എനിക്കിവിടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമ്മൾ അവിടെ നിന്നും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾ അവിടെ നിന്നും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് മുകളിൽ AI ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹായ് കുറുമ്പീസ് വേൾഡ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ തമ്പനെയിലിന് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, എൻ്റെ ചാനലിൽ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഉപയോഗിക്കുന്ന ഫോട്ടോ എൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. എൻ്റെ ഫോട്ടോയ്ക്ക് വളരെ ക്ലാരിറ്റിയും ഒറിജിനാലിറ്റിയും ഉണ്ടാവണം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ തമ്പനെയിലിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാപ്ഷനും കൂടെ ഇവിടെ കൊടുക്കണം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 3-4 തമ്പനെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് AI-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ തമ്പനെയിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു തമ്പനെയിൽ വന്നിട്ടുള്ളത് എൻ്റെ ഫേസ് എനിക്ക് അത്ര ഒറിജിനൽ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഫേസ് നമുക്ക് കാണണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒറിജിനാലിറ്റിയിൽ ആ ഫേസ് കാണണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അങ്ങനെ 1-2 തമ്പനെയിൽ വരും. അതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ട ഏത് തമ്പനയിലാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന തമ്പനയിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുകയോ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് നമ്മുടെ ജോലി ഭാരം കുറേയൊക്കെ കുറച്ച് തരുന്നു എന്ന് തന്നെ പറയാം. യൂട്യൂബ് അത്രയും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത്രയും ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തമ്പനയിൽ മാത്രമേ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇല്ല, നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് വഴി എങ്ങനെ നമുക്ക് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.